പുലർച്ചെ പെയ്ത മഞ്ഞിന്റെ നനവ് മാറുന്നതിന് മുൻപേ ലക്ഷ്മി അമ്മ തന്റെ മാമ്പഴക്കുട്ടയുമായി ചന്തയിലേക്ക് പോയി. ചുളിവു വീണ കൈകൾ കൊണ്ട് ഓരോ മാങ്ങയും ഒരു കുഞ്ഞിനെ എന്ന പോലെ തലോടി വൃത്തിയാക്കി അവർ കൊട്ടയിൽ നിരത്തി. വെളുത്ത സാരിയും ഉടുത്ത് മറുകൈയിൽ മാമ്പഴം നിറഞ്ഞ കൊട്ടയുമായി അവർ പതുക്കെ നടന്നു. ചന്തയുടെ ഓരത്ത് ഒരു തണൽമരത്തിന് ചുവട്ടിൽ അവർ തന്റെ കൊട്ട ഇറക്കി വെച്ചു. ചുറ്റുമുള്ള വലിയ കച്ചവടക്കാരുടെ ബഹളങ്ങൾക്കിടയിൽ ആ കൊട്ടയിൽ നിന്ന് പുറപ്പെട്ട നാട്ടുമാങ്ങയുടെ ശുദ്ധമായ മണം അവിടമാകെ പടർന്നു. താഴ്ചയുണ്ടെങ്കിലും മുഖത്ത് വിരിഞ്ഞ ആത്മവിശ്വാസത്തോടെ വഴിയെ പോകുന്നവരെ നോക്കി നല്ല തേനൂർന്ന നാട്ടുമാങ്ങ വേണോ മക്കളെ എന്ന് ആ അമ്മ വിളിച്ചു ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ മാവിനെ പോലെ തന്നെ കരുത്തുള്ള ഒരു തിളക്കവും ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടും ലക്ഷ്മി അമ്മയുടെ കൊട്ടയിലെ മാങ്ങകൾക്ക് കാര്യമായ ആവശ്യക്കാരുണ്ടായിരുന്നില്ല. തിളക്കമുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വിദേശത്ത് നിന്നെത്തിയ വലിയ മാമ്പഴങ്ങൾ വിൽക്കുന്ന വലിയ കടകളിലേക്ക് ആളുകൾ തിരക്ക് കൂട്ടുന്നത് അവർ നോക്കി നിന്നു. തന്റെ കുട്ടയിലെ മാങ്ങ ആരും വാങ്ങുന്നില്ലല്ലോ, അവർ സങ്കടപ്പെട്ടു. ഇടയ്ക്ക് വന്നവരൊക്കെ മാങ്ങയുടെ പുറത്ത് ചെറിയ കടുത്ത പാടുകൾ കണ്ട് മുഖം ചുളിച്ചു. ഇതൊന്നും അത്ര ഗുണമുണ്ടാകില്ല എന്നാരോ പരിഹസിച്ച് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. വെയിലത്ത് വാടിയ മാങ്ങകളെ പോലെ അവരുടെ മുഖവും മങ്ങി. തന്റെ കൈവേദനയും നടുവേദനയും മറന്ന് ഒരുപാട് മോഹത്തോടെ പറിച്ചെടുത്ത ആ മാമ്പഴങ്ങൾ ആർക്കും വേണ്ടെന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഒടുവിൽ ഇരുട്ട് വീണ് വഴിയിലൂടെ ഭാരമേറിയ കൊട്ടയുമായി തിരികെ നടക്കുമ്പോൾ വിൽക്കാൻ കഴിയാത്ത മാമ്പഴങ്ങളെക്കാൾ അവരുടെ മനസ്സിൽ ഭാരമായത് ആരും തിരിച്ചറിയാതെ പോയ അതന്റെ അധ്വാനത്തിന്റെ വിലയായിരുന്നു. വഴിവിളക്കിന്റെ വെട്ടത്തിൽ ആ അമ്മയുടെ കണ്ണിലെ നനവ് ആരും കാണാതെ മാഞ്ഞുപോയി. തലേ ദിവസത്തെ നിരാശ ബാക്കി ഉണ്ടായിരുന്നെങ്കിലും പിറ്റേന്നും രാവിലെ ലക്ഷ്മി അമ്മ തന്നെ നടുവേദനയെ അവഗണിച്ചുകൊണ്ട് അവർ വീണ്ടും ആ പഴയ കൊട്ടയുമായി ചന്തയിലേക്ക് നടന്നു. ഉച്ചയാകാറായപ്പോൾ സൂര്യൻ കഠിനമായി ജ്വലിക്കാൻ തുടങ്ങി. ചുട്ടുകൊള്ളുന്ന വെയിലിൽ തളർന്ന ഒരു കടത്തിണ്ണയുടെ ഓരത്ത് അവർ നിശബ്ദമായിരുന്നു. ദാഹിച്ചു വളർന്ന അവർ ഇടയ്ക്കിടയ്ക്ക് തന്റെ മാങ്ങകളിലേക്കൊന്ന് നോക്കി. വിയർപ്പ് കണങ്ങൾ അവരുടെ നെറ്റിയിലൂടെ ഒഴുകി മാങ്ങകളിൽ വീഴുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയിട്ടും ഒരാൾ പോലും ആ വഴി തിരിഞ്ഞു നോക്കിയില്ല. വലിയ ഫ്രൂട്ട് ഷോപ്പുകളിൽ നിന്ന് എയർ കണ്ടീഷണറിന്റെ തണുപ്പേറ്റ് ആളുകൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് നോക്കി നിൽക്കെ ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. എന്റെ മാവിനെ പോലെ ഞാനും തനിച്ചായോ എന്ന് അവർ വെറുതെ ചിന്തിച്ചുപോയി. വിശപ്പും തളർച്ചയും കൊണ്ട് കണ്ണുകൾക്ക് ഇരുളടയുന്ന പോലെ തോന്നി. അവർ മെല്ലെ ചുവരിലൊന്ന് ചാരിയിരുന്നു. വിൽക്കാൻ കൊണ്ടുവന്ന മാങ്ങകൾ ഇവരുടെ മുന്നിൽ വെയിലേറ്റ് വാടുന്നത് കാണും തോറും ആ അമ്മയുടെ ഉള്ളിലെ പ്രതീക്ഷയും അണഞ്ഞു. ആ വലിയ ചന്തയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ആരും കാണാതെ നിഴലായി താൻ മാറിയല്ലോ എന്ന് ഓർത്തപ്പോൾ അവരുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണീർ പതുക്കെ ഒലിച്ചിറങ്ങി. സന്ധ്യാനേരം ചന്തയൊഴിയാൻ തുടങ്ങിയ നേരത്താണ് മിന്നിത്തിളങ്ങുന്ന ഒരു വലിയ ആഡംബരക്കാർ ആ അമ്മയുടെ മാങ്ങക്കുട്ടയിൽ അരികിലായി വന്നു നിന്നത്. പ്രതീക്ഷയറ്റ കണ്ണുകളോടെ ലക്ഷ്മി അമ്മ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് കാറിന്റെ ചില്ല് താഴ്ന്നതും ഉള്ളിലിരുന്ന ഒരു 10 വയസ്സുകാരൻ ആവേശത്തോടെ തന്റെ കൊട്ടയിലേക്ക് വിരൽ ചൂണ്ടിയതും പപ്പാ നോക്കൂ, എനിക്ക് ആ മാങ്ങ മതി, ആ അമ്മൂമ്മയുടെ കയ്യിലിരിക്കുന്ന മാങ്ങ മതി, അവൻ വാശി പിടിച്ചു. തന്റെ വില കൂടിയ കളിപ്പാട്ടങ്ങളെക്കാളും കാറിലെ സുഖ സൗകര്യങ്ങളെക്കാളും ആ കുട്ടിയെ ആകർഷിച്ചത് ലക്ഷ്മി അമ്മയുടെ കൊട്ടയിലെ ആ നാട്ടുമാങ്ങളുടെ സുഗന്ധമായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന മകൻ ആ കൊട്ടയ്ക്ക് അരികിലിരുന്ന് ഓരോ മാങ്ങയും കൗതുകത്തോടെ നോക്കി. അവന്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയുടെ അരികിലെത്തി. ഇന്ന് പകൽ മുഴുവൻ ഇവൻ ഓരോ കടയിലും കയറി ഇറങ്ങി മാങ്ങാൻ നോക്കി. ഒന്നിനും ആ മണമില്ലെന്നും പറഞ്ഞ് ഒന്നും വാങ്ങിയില്ല. ഇത് കണ്ടപ്പോൾ അവന് സന്തോഷമായി. ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണൽ പോലെ സന്തോഷം പടർന്നു. തന്റെ മാങ്ങയെ തിരിച്ചറിയാൻ ഒരാൾ വന്നല്ലോ എന്ന ആശ്വാസത്തോടെ അവർ വേഗം മാങ്ങ എടുക്കാൻ തുടങ്ങി. ആ കുട്ടി ഒരു മാങ്ങ എടുത്ത് മണത്തു നോക്കി. കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി അമ്മയുടെ പകൽ മുഴുവനുമുള്ള തളർച്ച അലിഞ്ഞില്ലാതെയായി. പണം നൽകാൻ തുനിഞ്ഞ അച്ഛനോട് വാത്സല്യത്തിലൂടെ അമ്മ പറഞ്ഞു, ഇത്രയും നേരം ഞാൻ ഇരുന്നത് ഈ മോന് വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്റെ തോട്ടത്തിൽ ഏറ്റവും നല്ല മാങ്ങയാണിത്. നിറഞ്ഞ മനസ്സോടെയും ഒഴിഞ്ഞ കൊട്ടയുമായി ലക്ഷ്മി അമ്മ തന്റെ വീടണയാൻ നടന്നു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ച് തന്റെ അധ്വാനം അംഗീകരിക്കപ്പെട്ടതിന്റെ വലിയൊരു സംതൃപ്തിയായിരുന്നു. ആ ആഡംബരക്കാർ അവിടെയൊന്നും പോയി എന്ന് കരുതിയെങ്കിലും ആ കുട്ടിയുടെ അച്ഛന്റെ ഉള്ളിൽ ആ അമ്മയെക്കുറിച്ച് ഒരു കൗതുകം ബാക്കിയായിരുന്നു. ഇത്രയും പ്രായമായിട്ടും ഈ വെയിലത്ത് എന്തിനാണ് അവർ ഒറ്റയ്ക്ക് വന്നത്, ഈ മാമ്പഴം വിൽക്കാൻ വരുന്നത്? ആ അമ്മയ്ക്ക് വേറെ ആരുമില്ലേ എന്നൊക്കെ അറിയാൻ ആ മനുഷ്യൻ ആ അമ്മയെ പിന്തുടർന്നു. അദ്ദേഹം ദൂരെ അല്ലാതെ കാർ നിർത്തി ആ അമ്മയെ നിരീക്ഷിച്ചു. ലക്ഷ്മി അമ്മ പതുക്കെ തന്റെ ഒഴിഞ്ഞ കൊട്ടയുമായി നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹം പതുക്കെ അവരെ പിന്തുടർന്നു. ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ വീടിന് മുന്നിൽ അവർ ചെന്നു നിന്നു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. വരാന്തയിൽ നിന്നും അകത്തേക്ക് കയറി നോക്കിയപ്പോൾ
ഒരു 18 വയസ്സുകാരനായ ഒരു യുവാവ് കട്ടിലിൽ കാലുകൾക്ക് സ്വാധീനമില്ലാതെ കിടക്കുന്നു. അയാൾ നോക്കിയപ്പോൾ അവന്റെ കാലുകൾക്ക് സ്വാധീനമില്ലായിരുന്നു. അമ്മൂമ്മേ, എനിക്ക് വീൽ ചെയറിനുള്ള പൈസ കിട്ടിയോ? എനിക്ക് മരുന്ന് കിട്ടിയോ അമ്മൂമ്മേ എന്നിങ്ങനെയുള്ള ചോദ്യവുമായി ആ യുവാവ് അമ്മൂമ്മയെ നോക്കി. ലക്ഷ്മി അമ്മ നിറകണ്ണുകളോടെ തന്റെ അരയിൽ തിരികെയിരുന്ന പണം പുറത്തെടുത്ത്, കിട്ടി മോനെ, ഇന്ന് ആ കാറിന് വന്ന ഒരു നല്ല കുട്ടി കാരണം നിനക്കുള്ള മരുന്നിന് തികയുന്ന പണം കിട്ടി. പിന്നെ വീൽ ചെയർ, അതും പറഞ്ഞ് ആ അമ്മയുടെ വാക്ക് ഇടറി. താൻ സ്വന്തം മകന് വേണ്ടി വാങ്ങിയ ആ മാങ്ങയുടെ പണം മാതാപിതാക്കളില്ലാതെ ഈ വികലാംഗനായ പേരക്കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള മരുന്നിനായിരുന്നു എന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ആ തോട്ടത്തിലെ മാവ് വെറും ഒരു മരമായിരുന്നില്ല, ആ കുഞ്ഞിന്റെ ഏക പ്രതീക്ഷയായിരുന്നു. ആഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന താൻ കാണാത്ത വലിയൊരു അതിജീവനത്തിന്റെ കഥ. ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഈ കൊച്ചു വീട്ടിലുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞു. ആ അമ്മയുടെ കരുത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാൻ അദ്ദേഹം നിന്നുപോയി. അദ്ദേഹം ചുറ്റും ആ വീടിന്റെ അകത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ടപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. കുടിലിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ചുവരിൽ തൂങ്ങിക്കിടന്ന ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. തനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത ആ മനുഷ്യന്റെ ഫോട്ടോ. അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, അമ്മൂമ്മേ, ഇതാരാണ്? ലക്ഷ്മി അമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഇതെന്റെ ഭർത്താവാണ്. മരിക്കും വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല ഒരിക്കലും. അദ്ദേഹം ആരോടും പറയില്ല എന്ന് പറയുമായിരുന്നു. അത് കേട്ട് ആ മകൻ എന്തു പറയണമെന്നറിയാതെ നിന്നു. അദ്ദേഹം ഓർത്തു, എനിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ കുറ്റമേറ്റെടുത്തത്. തനിക്ക് 15 വയസ്സുള്ളപ്പോൾ തന്റെ വീട്ടിലെ കാർ ഡ്രൈവറായിരുന്നു ഈ മനുഷ്യൻ. ഡ്രൈവിങ്ങിനുള്ള അമിത ആഗ്രഹം കൊണ്ട് 15 വയസ്സ് മാത്രമുള്ള ഞാൻ കാർ സ്റ്റാർട്ടാക്കി. കൺട്രോൾ കിട്ടാതെ കാർ വീടിന്റെ മുന്നിലേക്ക് ഇടിച്ചു കയറി. ഭാഗ്യത്തിന് എനിക്കൊന്നും സംഭവിച്ചില്ല. ശബ്ദം കേട്ട ആളുകൾ ഓടി വന്നപ്പോഴും ഈ മനുഷ്യൻ എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാറ്റി അദ്ദേഹം കയറിയിരുന്നു. ചെയ്തത് താനാണെന്ന് സ്വയം കുറ്റം ഏറ്റെടുത്തു. പേടിച്ചുപോയി ഞാൻ. അത് ആ അങ്കിളല്ല, ഞാനാണ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പേടി കൊണ്ട് പറഞ്ഞില്ല. എനിക്ക് വേണ്ടി ആ സ്വയം കുറ്റം ഏറ്റെടുത്ത ആ മനുഷ്യന്റെ ഫോട്ടോയാണ് ഇത്, അദ്ദേഹം ഓർത്തു. വീട്ടുകാർ വന്ന് ഭയങ്കരമായി ആ മനുഷ്യനെ വഴക്കു പറഞ്ഞു. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ ഒരു കുറ്റബോധം എന്നിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഫോട്ടോയാണ് അത്, അയാൾ ഓർത്തു. ആ നല്ല മനുഷ്യന്റെ ഭാര്യയാണ് ഈ അമ്മ. അയാൾ ആ അമ്മയെ സ്നേഹത്തോടെ നോക്കി. ആ അമ്മയുടെ മകന്റെ കുഞ്ഞാണ് ഇത്, ഈ കാല് വയ്യാത്ത മോൻ. ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട് വരും വഴി അപകടത്തിൽ മരിച്ചതാണ്. അന്നു മുതൽ ഞാനാണ് ഈ മോനെ നോക്കുന്നത്, ലക്ഷ്മി അമ്മ പറഞ്ഞു. മോനെ, എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്റെ കാലശേഷം എന്റെ കുഞ്ഞിനെ എന്തു ചെയ്യും? ആരെ ഏൽപ്പിക്കും? എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം മാമ്പഴങ്ങൾ വിറ്റ് എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കും. അമ്മേ, അദ്ദേഹം ലക്ഷ്മി അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നിങ്ങളുടെ ഭർത്താവാണ് അന്ന് എന്നെ രക്ഷിച്ചതാണ്. ഇന്നുവരെ അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുമില്ല. അന്ന് എല്ലാവരും അദ്ദേഹത്തെ വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ പറയാമായിരുന്നു, താനല്ല ഇവിടുത്തെ മകനാണ് എന്ന്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞില്ല. എന്നെ ഒരിക്കലും വഴക്കും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ്. ലക്ഷ്മി അമ്മ ഒന്നും മനസ്സിലാകാതെ ആ ധനികനായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തലിൽ ലക്ഷ്മി അമ്മ തരിച്ചു നിന്നുപോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നു മുതൽ അമ്മ എൻ്റെ അമ്മയെ പോലെയാണ്. ഈ മോൻ എനിക്ക് എൻ്റെ കൊച്ചുമോനെ പോലെയാണ്. അദ്ദേഹം ഉടൻ തന്നെ ആ മോന് വേണ്ട ചികിത്സ ഏർപ്പാടാക്കി. വീൽ ചെയർ വാങ്ങിക്കൊടുത്തു. ആഡംബരങ്ങളുടെ വലിയ ലോകത്തേക്ക് ആ അമ്മയെയും മകനെയും അദ്ദേഹം ക്ഷണിച്ചു. ആദ്യം തന്റെ മണ്ണും മാവും വിട്ടുപോകാൻ ലക്ഷ്മി അമ്മ മടിച്ചെങ്കിലും പേരക്കുട്ടിയുടെ ഭാവി ഓർത്തപ്പോൾ അവർ സമ്മതിച്ചു. നഗരത്തിലെ വലിയ ആശുപത്രിയിൽ വെച്ച് ആ മകന് വിദഗ്ധ ചികിത്സ നൽകി. ആ വലിയ വീട്ടിലെ പൂന്തോട്ടത്തിൽ ലക്ഷ്മി അമ്മയുടെ തോട്ടത്തിലെ മാവിൻ തൈകൾ അവർ ഒന്നിച്ചു നട്ടുപിടിപ്പിച്ചു. ലക്ഷ്മി അമ്മ ഇപ്പോൾ ചന്തയിൽ പോകാറില്ല. പക്ഷേ ആ വീട്ടിലെത്തുന്ന അതിഥികൾക്ക് അവർ മാമ്പഴങ്ങൾ നൽകാറുണ്ട്. അത് കച്ചവടത്തിനല്ല, മറിച്ച് സ്നേഹത്തിനു വേണ്ടി മാത്രം. ഇന്ന് തന്റെ കൊച്ചു വീട്ടിൽ നിന്നും സ്നേഹത്തിന്റെ വലിയ കൊട്ടാരത്തിലേക്ക് മാറിയത് ആ അമ്മ നന്ദിയോടെ ഓർത്തു. അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും വെറുതെ ആയില്ല. നഗരത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ ചികിത്സയും കൃത്യമായ ഫിസിയോതെറാപ്പിയും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ മകന്റെ. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. വർഷങ്ങളോളം ആ അമ്മ അനുഭവിച്ച പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ദൈവം നൽകിയ മധുര പ്രതിഫലമായിരുന്നു അത്. ലക്ഷ്മി അമ്മ പാടിക്കൊടുക്കാറുള്ള നാടൻ പാട്ടുകൾ അവൻ വീൽ ചെയറിൽ ഇരുന്ന് പാടാറുണ്ടായിരുന്നു. അവൻ തനിച്ചിരുന്ന് പാടുന്നത് ആ മനുഷ്യൻ കേൾക്കാനിടയായി. മനോഹരമായി പാടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവനെ സംഗീതം പഠിപ്പിക്കാൻ വിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ആ വീൽ ചെയറിൽ ഇരുന്ന് അവൻ പാടുന്ന പാട്ടുകൾ ആ വീടിന്റെ ഭിത്തികൾ കടന്ന് ലോകമാകെ അറിയപ്പെട്ടു തുടങ്ങി. അവന്റെ ശബ്ദത്തിന് മാമ്പഴത്തേക്കാൾ മധുരമുണ്ടെന്ന് കേൾക്കുന്നവർ പറഞ്ഞു.
ഒരു കൊച്ചു വീട്ടിൽ തളർന്നു കിടക്കേണ്ട ഈ കുട്ടി ഇന്ന് വലിയ വേദികളിൽ തത്സമയം പാടുന്ന ഗായകനായി മാറി. അവന്റെ ആദ്യത്തെ ആൽബത്തിന് അവൻ നൽകിയ പേര് മാമ്പഴക്കാലം എന്നായിരുന്നു. ഓരോ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പും അവൻ തന്റെ അമ്മൂമ്മയുടെയും ആ വലിയ മനുഷ്യന്റെയും കാലുകൾ തൊട്ട് വന്ദിക്കും. ചികിത്സ വലിച്ചു തുടങ്ങിയതോടെ അവൻ വീൽചെയറിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് നടക്കാനും ശ്രമിച്ചു തുടങ്ങി. ഒരു കൊട്ട മാങ്ങയിൽ തുടങ്ങിയ ബന്ധം ഇന്ന് ആ തന്റെ പേരക്കുട്ടിയെ ലോകമറിയുന്ന പാട്ടുകാരനാക്കി മാറ്റിയിരിക്കുന്നു. ലക്ഷ്മി അമ്മ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. കാലത്തിന്റെ ഒഴുക്കിൽ ലക്ഷ്മി അമ്മയുടെ ആയുസ്സും പൂർത്തിയാവുകയായിരുന്നു. ഒരു കർക്കിടക മാസത്തിലെ മഴയുള്ള പുലരിയിൽ ശാന്തമായി ഉറങ്ങുന്നതിനിടയിൽ ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പേരക്കുട്ടി ഒരു വലിയ ഗായകനായി ലോകം അറിയപ്പെടുന്ന നിലയിലെത്തിയതും അവന് താങ്ങായി ഒരു വലിയ കുടുംബമുണ്ടായതും കണ്ട സംതൃപ്തിയോടെയായിരുന്നു ആ അമ്മയുടെ മടക്കം. ലക്ഷ്മി അമ്മ മരിക്കുമ്പോൾ ആ വീട്ടിലെ മാവ് നിറയെ കായ്ച്ചു നിന്നിരുന്നു. ആ മകൻ തന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ ചെതുക്കി അരികിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടൻ പാട്ടുകൾ പാടി നിർത്തുമ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ലക്ഷ്മി അമ്മ പോയെങ്കിലും അവർ കാത്തു സൂക്ഷിച്ച ആ സ്നേഹത്തിന്റെ തണൽ അവിടെ ബാക്കിയായി. ആ വലിയ മനുഷ്യൻ ആ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി ഗ്രാമത്തിൽ ഒരു മാമ്പഴക്കൂട് എന്ന പേരിൽ ഒരു സ്ഥാപനം സ്ഥാപിച്ചു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംഗീതവും വിദ്യാഭ്യാസം നൽകുന്ന ഒരിടമായി മാറി. സ്വപ്നഭവനം എന്നും പേരും ഇട്ടു. ഒരു കൊട്ട മാങ്ങയിൽ തുടങ്ങിയ ആ സ്നേഹകഥ ആ അമ്മയുടെ മരണശേഷവും അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ മധുരം നിറച്ചുകൊണ്ടിരുന്നു. അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി അവൻ പാടിയ മാമ്പഴക്കാലം എന്ന ആൽബം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ തരംഗമായി മാറി. ചാനലുകളും പത്രങ്ങളും അവനെ തേടിയെത്തി. ഓരോ അഭിമുഖത്തിലും അവൻ തന്റെ പ്രശസ്തിയുടെ ക്രെഡിറ്റ് നൽകിയത് ആ പഴക്കൊട്ടയിലെ മാമ്പഴങ്ങൾക്കായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മൂമ്മ വെയിലത്തിരുന്ന് വിൽക്കാൻ നോക്കിയ ആ മാങ്ങകൾ കാരണമാണ്. ആ മാങ്ങയുടെ മധുരമാണ് എൻ്റെ ശബ്ദത്തിന്റെ ലഭിച്ച പുണ്യം എന്നവൻ നിറഞ്ഞ കണ്ണുകളോട് പറയുമ്പോൾ കേട്ടു നിൽക്കുന്നവരുടെ ഉള്ളം വിങ്ങുമായിരുന്നു. ലോകത്തെ വലിയ വേദികളിൽ അവൻ പാടുമ്പോൾ തന്റെ വീൽചെയറിനരികിൽ അവൻ ഒരു പഴയ മുളങ്കൊട്ട വെക്കുമായിരുന്നു. അത് കാണുമ്പോൾ അവന് തന്റെ അമ്മൂമ്മ അരികിലിരുന്ന് താളം പിടിക്കുന്നത് പോലെ തോന്നും. അമ്മൂമ്മയുടെ വിയോഗം അവനെ തളർത്തിയില്ല, മറിച്ച് തന്റെ സംഗീതത്തോടെ ആ അമ്മയുടെ സ്നേഹം ലോകം മുഴുവൻ എത്തിക്കാനുള്ള കരുത്താണ് നൽകിയത്. ഇന്ന് അവൻ വെറും ഒരു ഗായകനല്ല, ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷ നൽകുന്ന ഒരു വികാരമാണ്. ആ വലിയ മനുഷ്യൻ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ തുടങ്ങിയ ആ മനോഹര യാത്ര ഇന്ന് അമ്മൂമ്മയ്ക്കുള്ള ലോകത്തിന്റെ വലിയൊരു ആദരവായി മാറി. ആ ഗ്രാമത്തിലെ പഴയ മാവ് എന്നും പൂക്കുന്നുണ്ട്. അതിൽ ഓരോ മാമ്പഴത്തിലും ലക്ഷ്മി അമ്മയുടെ സ്നേഹവും ആ മകന്റെ നാടൻ പാട്ടുകളും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. കൊട്ടാര തുല്യമായി വീടിന്റെ വരാന്തയിൽ ഇരുന്ന് അവൻ തന്റെ സംഗീത ഉപകരണങ്ങൾ മീട്ടുമ്പോൾ കാറ്റിൽ ഒഴുകിയെത്തുന്ന മാമ്പഴത്തിന്റെ ഗന്ധം അവന് അമ്മൂമ്മയുടെ തലോടലായി അനുഭവപ്പെട്ടു. തന്റെ പേരക്കുട്ടിയുടെ പാട്ടിലൂടെ ലക്ഷ്മി അമ്മ എന്ന ആ പാവം വൃദ്ധയുടെ പേര് കാലം കാത്തുവെച്ച ഒരു വലിയ പുണ്യമായി ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കിടയിൽ എന്നും തിളങ്ങി നിന്നു. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. Thank you for watching.